നടൻ അജു വർഗീസിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ആവശ്യമെങ്കിൽ അജു വർഗീസിനെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തിനിരയായ നടിയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവത്തിൽ അജു വർഗീസിനെ പോലീസ് ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി നികേഷ് ചേരുകയാണ്. നികേഷ്, വിശദാംശങ്ങൾ. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പരാമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കേസിൽ കളമശ്ശേരി പോലീസാണ് അജുവിനെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെ കളമശ്ശേരി പോലീസ് സിഐക്ക് മുമ്പിൽ ഹാജരാവാനായിരുന്നു അജുവിനോട് ആവശ്യപ്പെട്ടത്. അജു 11:30 എത്തി. സിഐയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. മൊഴിയെടുക്കലിൽ അജു കുറ്റം സമ്മതിച്ചു. മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് അജു പോലീസിനോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് അജുവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇതിന് ഒരാഴ്ച എടുക്കും. ഈ ശാസ്ത്രീയ പരിശോധനയിൽ ഈ ഫോണിൽ നിന്ന് തന്നെയാണോ അജു ഇത്തരത്തിൽ നടിയുടെ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടതെന്നായിരിക്കും പരിശോധന. ഈ പരിശോധനയിൽ കുറ്റം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ചില വിവരങ്ങൾ അജു പോലീസിനോട് പറഞ്ഞു. താൻ ദിലീപ് നിരപരാധിയാണെന്ന് കരുതിയാണ് താൻ പോസ്റ്റ് ഇട്ടതെന്നും അതുകൊണ്ട് തന്നെയാണ് അതിൽ പേര് പരാമർശിച്ചതെന്നും ഇത്തരത്തിൽ പേര് പരാമർശിക്കുന്നത് കുറ്റകരമാണെന്ന് തനിക്ക് അറിയില്ലെന്നും മുൻപും താൻ ഇത്തരത്തിൽ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ടെന്നും പോലീസിന്റെ ചോദ്യങ്ങൾക്ക് എല്ലാം കൃത്യമായി മറുപടി നൽകിയെന്നും അജു മൊഴിയെടുക്കലിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ പരാതിയിലാണ് അജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 228A പ്രകാരമുള്ള കുറ്റങ്ങളാണ് അജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പീഡനത്തിനിരയായ സ്ത്രീയുടെ പേര് പരാമർശിക്കുന്നത് കുറ്റകരമാണെന്ന് വെക്കുന്ന വകുപ്പാണിത്. കുറ്റം തെളിഞ്ഞാൽ അജുവിന് 2 വർഷം വരെ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അഞ്ജു, ശരി, വ്യക്തമാണ്. നികേഷാണ് വിവരങ്ങൾ നൽകിയത്.